ബാംഗ്ലൂരിലെ തണുപ്പ് പോണില്ലടോ. എന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവില്ലേ, ഒടുക്കത്തെ തൊണ്ടവേദന കാരണം ഞാൻ ഇന്നും നടക്കാൻ പോയില്ല. പക്ഷെ നേരത്തെ എണീറ്റിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. രാവിലെ തന്നെ സെപ്റ്റോന്ന് കുറച്ച് സ്പിനാച്ചും മുട്ടയൊക്കെ വാങ്ങിയിട്ട് PG കുക്കിംഗ് അങ്ങോട്ട് തുടങ്ങി. അത് കാര്യക്കണ്ട, ഈ പുഴുങ്ങിയ മുട്ടയൊക്കെ ചൂടോടെ വായിലിട്ടാല് ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ശ്വാസം പൊട്ടി ചാവാറായി. എന്റെ ഈ 75 ഡേയ്സ് ചാലഞ്ചിൽ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണ കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് റീഡിങ്. ഞാനങ്ങനെ വലിയ മാരക റീഡർ ഒന്നും അല്ല കേട്ടോ, എന്നാൽ കുറച്ചൊക്കെ വായിക്കും. കുറച്ചു കാലമായിട്ട് കാണുന്ന ബുക്സ് ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നല്ലാണ്ട് ഒന്നും വായിക്കാറില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും മിനിമം ഒരു 2 പേജെങ്കിലും വായിക്കണം എന്നാണ് വിചാരിക്കുന്നതല്ല, ഈ ചാലഞ്ചിലത്തെ ഒന്നാമത്തെ കാര്യമാണ് അത്. എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് ഞാൻ ചുക്ക് കാപ്പി മാത്രം വാങ്ങി കുടിച്ചു വന്നു. ഇവരൊക്കെ ജങ്ക് ഫുഡ് അടിച്ചിട്ട് വരികയാണ്. എനിക്ക് ഒരു നേരെങ്കിലും ചോറ് കഴിക്കാണ്ട് പറ്റത്തില്ല, നല്ല തലവേദന വരും. അപ്പൊ ചോറും തൈരും എന്റെ രാവിലത്തെ സ്പിനാച്ച് എഗ് സ്ക്രാമ്പിളും പിന്നെ എല്ലാവരുടെയും കുറച്ച് അവിടുന്ന് ഇവിടുന്ന് കഴിച്ച്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ 20% ഉണ്ടല്ലോ, അതിന്റെ ഷവർമയുടെ കുറച്ച് ചെറിയൊരു കഷ്ടം കഴിച്ചു. കുഴപ്പമില്ല, 20%. 4 മണി ചായ മസ്റ്റാണ്. ചായ ഒന്നും കട്ട് ചെയ്തിട്ടില്ല ഞാൻ. നാളെ കാണാം. അപ്പൊ ഡേ 3 ആയിട്ട് നാളെ